ഡ്രിങ്ക്സ് ആൻഡ് കെയോസ് എന്നുള്ളത് യൂണിവേഴ്സിൽ എല്ലായിടത്തും സെല്ലബിൾ ആയിട്ടുള്ള ആക്സെപ്റ്റ് ചെയ്യുന്ന തീമും കൂടിയാണ്. ധ്യാൻ ഇതിന്റെ ഒരു ഇനീഷ്യൽ ഐഡിയ, ഇതിന്റെ ഒരു നീ പറഞ്ഞു നോക്കി പറയാൻ വെച്ച കാര്യങ്ങൾ ഈ സിനിമാറ്റിക് ആണോ റിയലിസ്റ്റിക് ആണോ എന്നുള്ളത് നല്ല പ്രശ്നം. മേക്ക് ബിലീഫ് എന്ന് പറയുന്നിടത്ത് സിനിമ നിൽക്കുന്നത്. അതായത് എനിക്കൊക്കെ അങ്ങനത്തെ കൂട്ടുകാരുണ്ടായിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. എവിടെയോ ആ ഏജിൽ ഇനി ധ്യാൻ പറയും ആ ഉത്തരത്തിന് പിന്നോട്ട് ഉത്തരത്തിന് ആവശ്യമുണ്ടോ? അച്ഛനെ പോലത്തെ റൈറ്റേഴ്സ് ഒക്കെ വന്നപ്പോ അന്നുണ്ടായിട്ടുള്ള സിനിമകൾ എന്ന് വെച്ചാൽ ടി ബാലഗോപാലനെ റിയലിസ്റ്റിക് അല്ലേ, സന്മനസ്സുള്ള സമാധാനം റിയലിസ്റ്റിക് അല്ലേ, റിയലിസ്റ്റിക് അല്ലേ, മൂവി ബഫ്സ് ആയിട്ടുള്ള ആൾക്കാരും കുറച്ച് സുഡോ ആൾക്കാരും ഒക്കെ കൂടെ ഇതിനൊരു ടാഗ് കൊടുത്തു, അവർ സെലിബ്രേറ്റ് ചെയ്തു. അതേ ആൾക്കാർ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമാറ്റിക് സിനിമ വരുമ്പോഴും പരിപാടി വരുമ്പോൾ ഇത് പ്രകൃതി പടന്നുകൊണ്ട് ടാഗ് ചെയ്യപ്പെടുന്നു. ധ്യാനെ കണ്ടു, ധ്യാനെ ഈ സീൻ ഞാൻ ആവശ്യം കേട്ടോ, അന്ന് ഈ സിനിമക്ക് തന്നെ ആവശ്യമില്ല ഈ സീന്. ദ ക്യൂ ഷോ ടൈമിൽ ടീം ആപ്പ് കൈസേ ഹോ, വെൽക്കം. താങ്ക് യു. ഇതിന്റെ ഒരു പോസ്റ്റർ കാണുന്ന സമയത്ത് ഈ ബിയർ ബോട്ടില്, പ്ലേയിങ് കാർഡ്സ്, ബാൻഡേഡ്, ഇതിൽ ഈ പറഞ്ഞ ഡ്രിങ്ക്സ് കെയോസ് പരിപാടികളുടെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കിട്ടുന്നത് ഈ പോസ്റ്റർ കാണുമ്പോൾ. ഇതിൽ ആദ്യം എനിക്ക് വേണ്ടത് കണ്ടിട്ട് ഹാങ് ഓവർ ഒക്കെ പോലെ ഒരു വൺ നൈറ്റ് ആയിരിക്കാം, ഈ ഒരു ക്ലബ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, അവരുടെ റിയൂണിയൻ, അതിൽ വരുന്ന ഒരു പാർട്ടി, അതിൻ്റെ കോൺഫ്ലിക്ട്സ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. ഈ ഡ്രിങ്ക്സ് ആൻഡ് കെയോസ് എന്നുള്ളത് യൂണിവേഴ്സിൽ എല്ലായിടത്തും സെല്ലബിൾ ആയിട്ടുള്ള ആക്സെപ്റ്റ് ചെയ്യുന്ന തീമും കൂടിയാണ്. ധ്യാൻ ഇതിന്റെ ഒരു ഇനീഷ്യൽ ഐഡിയ, ഇതിന്റെ ഒരു നീ പറഞ്ഞു നോക്കി പറയാൻ വെച്ച കാര്യങ്ങൾ ആ സിനിമയുടെ ഇതാണ് യൂണിവേഴ്സിലാണ് ഇനി എന്താ ചോദ്യം? ഇതൊന്നും അല്ലാണ്ട് എന്താണ് ആപ്പ് കൈസേ ഹോ? അല്ല കറക്റ്റ് അല്ലേ, ഡ്രിങ്ക്സ് ആൻഡ് കെയോസ് തന്നെയാണ്. ബേസിക്കലി ബാച്ചലേഴ്സ് നൈറ്റ്. ഈ ബാച്ചലേഴ്സ് നൈറ്റിൽ ഈ പറയുന്ന 3 സുഹൃത്തുക്കൾ, ഞാനും ദിവ്യനും ജീവയും ചെയ്യുന്ന, പിന്നെ നവാസ് ഇടയിൽ വന്നു ചേരുന്ന ആളാ. അങ്ങനെ ഞങ്ങൾ 4 സുഹൃത്തുക്കൾ കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ കൂട്ടുകാരൻ എന്റെ ബാച്ചലേഴ്സിനെ കാണുകയും വർഷങ്ങൾക്ക് ശേഷമുള്ള സൗഹൃദം പുതുക്കുന്നു. പരിപാടിക്കിടയിൽ ഇവർ ഒപ്പിക്കുന്ന ഒരു നേരത്തെ ഹാങ് ഓവറിന്റെ ഒക്കെ ഒരു സ്വഭാവമുള്ള ഒരാളായിരിക്കുമല്ലോ, അതിനകത്തുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അവൻ ഒപ്പിക്കുന്ന ഒരു പ്രശ്നം കാരണം ഈ കെയോസിലോട്ട് പോവുകയും അതൊരു പോലീസ് സ്റ്റേഷൻ വരെ എത്തുന്ന ആ രാത്രി അല്ലെങ്കിൽ ആ പകലാകുമ്പോഴേക്ക് ആ സിനിമ തീരും. അത്രേ ഉള്ളൂ, ഒരു വൺ നൈറ്റ് പരിപാടി തന്നെയാണ്. അതില് സെക്കൻഡ് ഹാഫിൽ വരുന്ന പോലീസുകാരായിട്ടാണ് നിങ്ങൾക്ക് എന്താ ശരിക്കും ഇതിൽ ഇപ്പോ ധ്യാൻ എഴുതുന്ന ഒരു തിരക്കഥ എന്നതിനപ്പുറത്തേക്ക് എവിടെ ഇതിലൊരു ഹൈ കിട്ടുന്നത്? ഈ ഒരു ക്യാരക്ടർ ഈ പറഞ്ഞ കെയോസ് ആണോ, എന്തിനായിരുന്നു? അങ്ങനെയല്ല, ഇത് ഈ നിങ്ങളിപ്പോൾ ഹൈ കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു സിനിമയുടെ ഭാഗമാകുന്നു എന്നുള്ളത് തന്നെയുള്ളൂ. അങ്ങനത്തെ ഒരു എപ്പിക് ക്ലാസിക് അങ്ങനത്തെ പറയുന്ന ഒന്നല്ല. ഇത് നമ്മളൊരു ഞാൻ പറഞ്ഞ പോലെ വർത്തമാനകാല സൗഹൃദങ്ങൾ, അതിൻ്റെ ഒരു പാമ്പത്തായിട്ടുള്ള ഒരു സൗഹൃദം, അതിനിടയിൽ ഈ പറഞ്ഞ ഒരുത്തനുണ്ടാക്കുന്ന ഒരു പ്രശ്നം, അതിലെല്ലാവരും കൂടെ പെടുന്നു. ഞങ്ങൾ ശരിക്കും ആ സൗഹൃദത്തിൽപ്പെട്ട ആളല്ല. ഞാനും അജുവും ഇതിൽ വേറെ 2 ഔട്ട്സൈഡേഴ്സ് ഞങ്ങളാണ്. നവാസ് ഔട്ട്സൈഡറാണ്. നവാസ് പക്ഷെ വന്ന് കയറുന്നത് ഈ ഗ്രൂപ്പിലാണ്. ഇതെല്ലാം ഒരിടത്തേക്കാണ് വരുന്നതെങ്കിൽ അപ്പൊ ഞങ്ങൾ 2 പേരുടെയും പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഒന്ന്, ഞങ്ങളങ്ങനെ ഒരു വെർബലായിട്ടോ അല്ലാതെ ഒരു നർമ്മം പറയുന്നൊന്നുമില്ല ഈ സിനിമയിൽ എന്നുള്ളതാണ് എനിക്കും അജുൻ ഇപ്പൊ കുറച്ചുകൂടെ പോലീസ് വേഷങ്ങളും സീരിയസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് നർമ്മം പറയുന്നില്ലെങ്കിലും ഇതൊരു മാനിപ്പുലേറ്ററാണ് ഇയാളിങ്ങനെ. നമുക്ക് അതൊരു സ്കില്ലുണ്ട് അതിനകത്ത് ശരിക്കും. അപ്പൊ അത് നമ്മള് നിങ്ങളുടെ കൂടെ ഇരിക്കുകയും ഞാൻ നിങ്ങളുടെ വശത്താണെന്ന് തോന്നുകയും നിങ്ങൾ എന്നോട് ഓപ്പൺ പോയി ഞാൻ നിങ്ങളുടെ വശത്ത് അല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു വേഷമാണ്. അത് നല്ല രസമായിട്ട് എൻ്റെ ഡയറക്ടർ വിനയ് വിദഗ്ധനാണ്. വിനയ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ. കാരണം ഇവർക്ക് അറിയാം ഈ ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടെ എല്ലാവരെയും ധ്യാനിന് പരിചയമുള്ള ആളുകളാണെന്നിരിക്കും. അതിന്റെ ഒരു മീറ്റർ ഇവർക്കും അറിയാം. അതിന്റെ ഗുണം വന്നിട്ടുണ്ട് അല്ലേ? അജുവേട്ടൻ എങ്ങനെയാ ഈ ഒരു ക്യാരക്ടർ, ഇത്ര ആർട്ടിസ്റ്റുകളൊപ്പം ഒരുമിച്ചുള്ള ഒരു കൊളാബറേഷൻ? പ്ലാൻഡ് അല്ല. ആദ്യം രമേശ് ചേട്ടനും ധർമ്മൻ ആ കോംബോ ആണ് ധ്യാനിന് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു ഇതിൽ പോലെ അദ്ദേഹം ഗുഡ് കോപ്പും ഞാൻ ബാഡ് കോപ്പും ആണ്. അതാണ് ഗെയിം. ഒരു രാത്രി പോലീസ് സ്റ്റേഷനിലോട്ടൊരു
ഒരു തെറ്റ് ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ആരോപിതനെ എത്തിക്കുമ്പം ആ ഒരു നടക്കുന്ന ഒരു ഗെയിം. അപ്പൊ ആ കോംബോ ആണ് ധ്യാൻ എന്നോടും പറഞ്ഞിരുന്നത്. ഞാൻ ഇതിൽ വേറൊരു വേഷം എന്നോട് പറഞ്ഞിരുന്നത്, ഒരു ദിവസം ചെറിയൊരു വേഷം. അപ്പൊ അതൊക്കെ എഗ്രീഡ് അപ്പോൺ ആയിരുന്നു. ആ സമയത്താണ് ധർമ്മജന്റെ ഒരു ഡേറ്റ് ഇഷ്യൂ വന്നു. എനിക്ക് നടന്നുകൊണ്ടിരുന്ന പടം നിന്നും പോയി. അപ്പം നാച്ചുറലി ഞാനായി. ഇൻട്രസ്റ്റിംഗ് റോൾസിൽ വരണമാണ്. ബിക്കോസ് പോലീസാണ് എന്ന് പറഞ്ഞ ടൈപ്പ് കാസ്റ്റിംഗിൽ വരില്ല ഒരിക്കലും. ഇത് സിനിമകളിൽ അധികം അങ്ങനെ ഒന്നോ രണ്ടോ സീനുകളിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവാം ഇങ്ങനത്തെ ഒരു ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് ഒരു പരിപാടി, അല്ലെങ്കിൽ മാനിപ്പുലേറ്റേഴ്സ്, റോൾ ഓഫ് എ മാനിപ്പുലേറ്റർ അല്ലെ കിങ്ങിൽ. അപ്പൊ അതുപോലത്തെ ഒരു വേഷം. ഇത് ഞങ്ങൾക്ക് ഒരു ഗ്രാഫ് ഉണ്ട്. ഞങ്ങൾ വരുന്നത് ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടാണെങ്കിലും സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിലാണെങ്കിൽ എനിക്കറിയില്ല. അപ്പൊ അവിടുന്ന് തൊട്ട് അവസാനം വരെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഗ്രാഫ് ഈ കഥയിൽ ഞങ്ങൾ പങ്കുചേരുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഒരു ജീവിതം വേറെയുണ്ട്. അതിൽ ഞങ്ങളുടെ സംഭാഷണങ്ങൾക്കും ഇപ്പൊ പുറത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു വേറെ യൂണിവേഴ്സ് ആണ് ഈ സിനിമയിൽ. ഇപ്പോ നവാസ്കി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നതിൽ മാനറിസം, ഡയലക്റ്റ്, സ്ലാങ് അതിലെല്ലാം ഒരു യൂണിക്നെസ് എപ്പോഴും ഉണ്ട്. ഈ സിനിമയിൽ വരുമ്പോൾ അത്തരത്തിൽ പുതിയ രീതിയിൽ ഇതിനെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ടോ, അതോ നവാസ്കയുടേതായിട്ടുള്ള മാനറിസങ്ങളിൽ ഇതിന്റെ ഒരു പുതുമ കൊണ്ടുവരുന്നതാണോ? ഇല്ല, ഇതുവരെ കണ്ട് അതേപോലെ തന്നെയാണ്. അല്ല, അതിൽ ഈ പറഞ്ഞ പോലെ ആക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, ആളുകൾക്ക് ഭയങ്കര കണക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. ഇതേപോലെ തന്നെ ഒരു ജുഗി ബോയാ, സ്വിഗ്ഗി ബോയ് നല്ല കേക്കുമായിട്ട് വരുന്നത്, വെള്ളമടിച്ചിട്ട് അവരെ കൂടെ കൂടി പോകുന്നത്, ഈ പ്രശ്നവുമായിട്ട് ഒരു ഫുഡ് ഡെലിവറിയുടെ ആളാണ്. അത് ഈ കഥയിലോട്ട് ഇവരുടെ ഇവനിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുന്നതാണ്. യാതൊരു ബന്ധമില്ലാതെ വരുന്ന ഒരാൾ. ഈ കഥാപാത്രങ്ങള് കാസ്റ്റ് ചെയ്ത് പറഞ്ഞ കാര്യം അതാണ്. അതായത് ഇവൻ പറഞ്ഞല്ലേ വേറെ മാറ്റങ്ങളില്ല എന്ന് പറഞ്ഞു. നമ്മൾ ആരും അങ്ങനെ ഒരുപാട് മാറി ഒരു അഭിനയം കാഴ്ചവെക്കേണ്ടതായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് അല്ല ഇതില് ബഹുഭൂരിപക്ഷം ആളുകൾക്ക് വേണം. എനിക്കും അജുനുമാണ് പിന്നെയും നമ്മൾ സ്ഥിരം കളിക്കുന്ന റൂഡ് അല്ലാത്തൊരു സാധനം. ബാക്കി എല്ലാവരും ആപ്റ്റ് കാസ്റ്റിങ്ങുകളാണ്. ജീവയാണെങ്കിലും ദിവ്യദർശനാണെങ്കിലും എല്ലാവരും ഒക്കെ അങ്ങനത്തെ കാസ്റ്റിങ്ങുകളായിട്ട് അതിന്റെ ഒരു എളുപ്പം വന്നിട്ടുണ്ട്. ദീപയുടെയും ദിവ്യയൊക്കെ വളരെ നമ്മൾ അങ്ങനെ അധികം സിനിമകളിൽ കണ്ട് പരിചിതമായ മുഖങ്ങളല്ല, കഥാപാത്ര വേഷങ്ങളിൽ കണ്ടിട്ടുള്ള. പക്ഷെ എനിക്ക് ഏറ്റവും ഈ സിനിമയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇവരുടെ ഫസ്റ്റ് ഹാഫിൽ വന്നു പോകുന്നതാണ്. ഞങ്ങൾ രണ്ടുപേരുടെ എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലേ ചെയ്യുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതെനിക്ക് ഒരു പരിധിക്കുള്ള എൻജോയ് ചെയ്യാൻ പറ്റും. എൻജോയ് ചെയ്യാനേ പറ്റാറില്ല ബേസിക്കലി നമ്മളൊരു കാര്യം ചെയ്യും. അപ്പൊ എനിക്ക് മറ്റേതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റിൽ നിൽക്കുന്നത്. ബിക്കോസ് അപ്പൊ ധ്യാൻ പലപ്പോഴും ഇതൊരു അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ജീവിതത്തിൽ നടന്ന റിയൽ ഇൻസിഡന്റ് ആണ്. അപ്പൊ ഈ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോളിലോട്ട് നമ്മളെ വലിക്കുന്ന പോലെ, അത് നമ്മൾ അതിലോട്ട് അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളെ കൊണ്ടുപോയിക്കോളും. അയാളുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അയാൾ തന്നെ ക്ലൂലെസ് ആവുകയാണ്. കാര്യം കയ്യിൽ നിന്ന് പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ജീവയും ദിവ്യദർശനും കാരണം ഇത് സംഭവിക്കണേ, മനസ്സിലായി. അവന്മാരുടെ ഒരു അഴിഞ്ഞാട്ടമുണ്ട്. ഇന്ന് മലയാള സിനിമയിലെ ഒരു സട്ടിൽ ആക്ടിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കോമഡി ചെയ്യുമ്പം കോമഡി പോലും ഇപ്പൊ രമേശ് ചേട്ടൻ വളരെ സീരിയസ്, ശ്രീനി സാറിനെ നമുക്ക് പറയാം. ശ്രീനി സാർ വളരെ സീരിയസ് ആയിട്ട് ഹ്യൂമർ പറയുന്നതാണ്. എന്നാൽ നമ്മളുടെ പ്രിയൻ സാറിന്റെ മുക്കപ്പടം മേഘം വരുമ്പോ ഉള്ളത് വേറെയാണ്. ഓണർ ഷൺമുഖൻ. അപ്പൊ ആ വേരിയേഷൻ രണ്ടും പറ്റും. അല്ലാതെ ഒരിക്കലും ഹ്യൂമറിന് എപ്പോഴും നമ്മള് ഫ്ലാറ്റ് ആയിട്ട് പറയുന്നതല്ല ഹ്യൂമർ, അല്ലെ? ഈ ജീവയും ദിവ്യനും ഇതിൽ കൊണ്ടുവന്ന ഹ്യൂമർ എനിക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഇളകി ചെയ്യുന്ന രണ്ട് കൂട്ടുകാര്. അതായത് എനിക്കൊക്കെ അങ്ങനത്തെ കൂട്ടുകാരുണ്ടായിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു എവിടെയോ. ആ ഏജിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ബാച്ചലർ പാർട്ടി കമ്മിങ്, ആ ഒരു വൈബ്, ആ ഒരു ബോഡി ലാംഗ്വേജ്, പിന്നെ ഭയങ്കരമായിട്ട് വിന്റേജ് മുകേഷ് ചേട്ടനെ എനിക്ക് അതിൽ കാണാൻ പറ്റി. നമ്മൾ മറ്റേ ഒത്തില്ല ആ കാലമില്ലേ, അതെനിക്ക് ദിവ്യനിൽ കാണാൻ പറ്റി. അത് എനിക്ക് ഫീൽ ചെയ്താണോ ഒത്തില്ല ഒന്നുകൂടെ ചെയ്യിക്കുന്നു. നീ പറ, ഞങ്ങൾ വേറെ കാര്യം. അത് എന്നെ വളരെ എന്റർടൈൻ ചെയ്യിപ്പിച്ചു, എൻഗേജ് ചെയ്യിപ്പിച്ച കാര്യം. ഇതിലിപ്പോ ഈ ഹ്യൂമർ പലതരത്തിലുള്ള പെർഫോമൻസ് ഒക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സിനിമേനെ ജോൺറയായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോഴും ആളുകൾ ഇപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതിൽ റിയലിസ്റ്റിക്, സിനിമാറ്റിക് ഈ വേർതിരിവ് എപ്പോഴും ഉണ്ട്. അപ്പൊ അതിൽ ഈ പറയുമ്പോൾ റിയലിസ്റ്റിക് സിനിമയെ കുറച്ചുകൂടി പ്രകൃതി പടം എന്നുള്ള ടാഗുകള്, അത്തരം സിനിമകൾ കുറച്ചുകൂടി റൂട്ടഡ് ആണ്.
എന്നാൽ അത് എൻജോയ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കമ്മ്യൂണിറ്റി വളരെ ചെറുതാണ്. തിയേറ്ററിൽ വലിയ രീതിയിൽ ആക്സെപ്റ്റൻസ് കിട്ടാറില്ല പൊതുവെ ഇപ്പൊ ഈ ഒരു ടൈം പീരീഡിൽ. എന്നാൽ സിനിമാറ്റിക് ആവുന്ന, ലാർജ് സ്കെയിൽ ആവുന്ന, കുറച്ചുകൂടെ ഓവർ ദ ടോപ്പ് വരുന്ന, ലൗഡ് ആവുന്ന, വലിയ സ്പേസ്, വലിയ രീതിയിൽ വിഷ്വൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സിനിമകൾക്ക് വലിയ രീതിയിൽ ആക്സെപ്റ്റൻസും കിട്ടുന്നുണ്ട്. ഈ സിനിമാറ്റിക് റിയലിസ്റ്റിക് ഈ ഒരു മാർജിൻ, ഈ ഒരു വേർതിരിവ്, അതിന് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇല്ലേ, എനിക്ക് ഞാൻ എന്നെ പറയുന്നത് ഈ സിനിമാറ്റിക് ആണോ റിയലിസ്റ്റിക് ആണോ എന്നുള്ളതല്ല പ്രശ്നം. മേക്ക് ബിലീഫ് എന്ന് പറയുന്നിടത്ത സിനിമ നിൽക്കുന്നത്. ഇതെല്ലാം അഭിനയിച്ചതാണെന്നും ഈ വെടികൊണ്ട് കളി ചത്തിട്ടില്ലെന്നും ഇത് വെള്ളപ്പൊക്കമല്ലെന്നും ഇവർ തമ്മിൽ പ്രേമമല്ലെന്നും ഇത് ഇന്ന ആളാണെന്നും ഇന്ന ആളെന്നൊക്കെയുള്ള എല്ലാ ബോധ്യത്തോടും കൂടി ഇത് വിശ്വസിക്കാൻ തയ്യാറായിട്ടാണ് ടിക്കറ്റ് എടുത്ത ആൾക്കാർ വരുന്നത്. ഇത് വിശ്വസിക്കാൻ ഇവനെ നിങ്ങൾക്ക് എങ്ങനെ വേണേ പ്രേരിപ്പിക്കാം. റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാം, സിനിമാറ്റിക് ആയിട്ട് ചെയ്യാം. എങ്ങനെയാണ് ഇത് നിങ്ങൾ റിയലിസ്റ്റിക് ചെയ്താലും സിനിമാറ്റിക് ആയാലും പാളിപ്പോയാലും ഇത് ആളുകൾ വിശ്വസിക്കുന്നില്ല. അത് ലോജിക്ക് ആലോചിച്ചു തുടങ്ങും, അല്ലെ പല പ്രശ്നങ്ങൾ വരും. അപ്പം ഇത് കാണുന്ന സമയത്ത് നിങ്ങളെ ഇത് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണോ അതിനനുസരിച്ച് പോയാൽ മതി. ഇപ്പം അഭിനയത്തിലുണ്ടത് തന്നെ. ഇപ്പം ഒരു സിനിമയിൽ നമ്മളിപ്പം ഈ സിംഗ് സൗണ്ട് റിയലിസ്റ്റിക് പടങ്ങൾ വരുന്നു. പക്ഷെ ഇപ്പം റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കാൻ അറിയാഞ്ഞിട്ടാണോ ഇത്തിക്കരപ്പക്കി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിനെ ലാലേട്ടൻ വന്നിട്ട് സ്വർഗവും ഇല്ല നരകവും ഇല്ല ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ഇപ്പൊ കാഴ്ചയിലെ ആളെ നമ്മുടെ നമുക്ക് അറിയാവുന്ന ആളാണ്, പക്ഷെ മധുരരാജയിലോ ഷൈലോക്കിലോ ഉള്ള ആള് നമ്മുടെ സമൂഹത്തിലുള്ള ആളല്ല. അയാള് അങ്ങനെ ഒരാൾ ഈ സമൂഹത്തിൽ ഇല്ല. പക്ഷെ നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് ഈ രംഗണ്ണൻ സമൂഹത്തിലുള്ള ആളല്ല. അപ്പൊ നിങ്ങളിത് ഫഹദ് തന്നെയാണ് രംഗണ്ണനും ചെയ്തേക്കുന്നത്, ഈ നിങ്ങൾ പറയുന്ന പ്രകൃതി പടങ്ങളിൽ മഹേഷൻ ചെയ്തേക്കുന്നത്. അപ്പം ഒരു സീനായിക്കോട്ടെ, ഒരു പടമായിക്കോട്ടെ, ഒരു നടനായിക്കോട്ടെ, ടോട്ടൽ അതിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കി ഇത് ഞാൻ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യണോ സിനിമാറ്റിക് ആയിട്ട് ചെയ്യണോ എന്നുള്ളത് ഇത് രണ്ടും ഈക്വലാണ്, രണ്ടും ഒരേപോലെയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം. പക്ഷെ ഇത് കാണുന്ന സമയത്ത് ആളുകളെ വിശ്വസിക്കാൻ നമ്മളും കൂടെ പിന്തുണയ്ക്കണം, എന്നാലേ പറ്റുള്ളൂ. അപ്പൊ എനിക്കിതൊരു രണ്ടും സിനിമയുടെ രണ്ട് ടെക്നിക്സ് എന്നുള്ളതിനപ്പുറം ഇപ്പൊ CID മൂസ കൂടിയില്ല. ഇത് വേറെ ഒരു സിനിമയ്ക്ക് ഒരു പ്രേക്ഷകനും വേറെ പ്രേക്ഷകനും അല്ലല്ലോ കാണുന്നേ. KGF ഒരു റിയലിസ്റ്റിക് അല്ലല്ലോ, നാട് മുഴുവൻ ഓടിയില്ലേ, ബാഹുബലി നാട് മുഴുവൻ ഓടിയില്ലേ, അതുകൊണ്ട് എല്ലാം കാണാം. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇത് പുലിമുരുകൻ കാണുമ്പോ നമുക്ക് ഇത് വിശ്വസിക്കാൻ പറ്റണം. വന്നത് പുലിയാണ്, പിടിച്ചു കടിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു സിനിമ നിൽക്കുന്നത് മേക്ക് ബിലീഫ് എന്ന് പറയുന്നത്. നമ്മൾ സിനിമ കണ്ണിനും കാതിനും ഉള്ള മാധ്യമം എന്ന് പറഞ്ഞാലും കണ്ണും കാതും മനസ്സിലേക്കുള്ള മാധ്യമമാണ്. ഇത് രണ്ടും കൂടി ഇത് സെൻസ് ചെയ്ത് മനസ്സിലെവിടെയോ ഇത് തൊട്ടാൽ വിജയിക്കും എന്നാണ് നിന്റെ ചോദ്യത്തിൽ എനിക്കുള്ള ഉത്തരം. ഇനി ഞാൻ പറയും ആ ഉത്തരത്തിന് പിന്നോട്ടൊരു ഉത്തരത്തിന് ആവശ്യമുണ്ടോ? ഈ പണ്ട് ഈ 80s തന്നെ എടുത്ത് ഗോൾഡൻ ഇറ മലയാള സിനിമയുടെ അന്നും ഈ റൂട്ടഡ് ആയി നിൽക്കുന്ന, കാരണം റിയലിസ്റ്റിക് എന്ന് പറഞ്ഞ ജോണർ ഇല്ല, സിനിമാറ്റിക് എന്നുള്ള ജോണർ റിയലിസ്റ്റിക് അല്ല, റൂട്ടഡ് ആയി നിൽക്കുന്ന കഥകളാണല്ലോ. സിനിമ തന്നെ റിയലിസ്റ്റിക് അല്ല. ഓക്കെ റൂട്ടഡ് ആയി നിൽക്കുന്ന, ഗ്രൗണ്ടഡ് ആയി നിൽക്കുന്ന കഥകളെയാണ് റിയലിസ്റ്റിക് എന്ന് നമ്മൾ ഇവിടെ മാത്രമേ ഉള്ളൂ ടാഗിൽ ഇങ്ങനെ ഒരു സംഭവം. റിയലിസ്റ്റിക് പുറത്തോ ഇങ്ങനെ ഈ ഇൻഡസ്ട്രി വിട്ടുപോയാൽ റിയലിസ്റ്റിക്കും ഇല്ല സിനിമാറ്റിക്കും ഇല്ല, സിനിമ അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ റൂട്ടഡ് ആയി നിൽക്കുന്ന, ഗ്രൗണ്ടഡ് ആയി നിൽക്കുന്ന കഥകളെയും ഈ പറയുന്ന സിനിമയെയാണ് റിയലിസ്റ്റിക് എന്നും പിന്നെ സിനിമാറ്റിക് എന്നും. ഇത് അന്ധകാലത്ത് 80s വളരെ ഡ്രമാറ്റിക് ആയിരുന്ന 80s ബിഗിനിങ്, ഓക്കെ 80s 81 82 ആ കാലത്ത് ഒരു ഷിഫ്റ്റ് വന്നു. എന്ന് വെച്ചാൽ അച്ഛനെ പോലത്തെ റൈറ്റേഴ്സ് ഒക്കെ വന്നപ്പോ അന്നുണ്ടായിട്ടുള്ള സിനിമകൾ എന്ന് വെച്ചാൽ TP ബാലഗോപാലനെ റിയലിസ്റ്റിക് അല്ലേ, സന്മനസ്സുള്ളൊരു സമാധാനം റിയലിസ്റ്റിക് അല്ലേ, റിയലിസ്റ്റിക് അല്ലേ, സന്ദേശം റിയലിസ്റ്റിക് അല്ലേ, ഇതൊക്കെ പറഞ്ഞു വരുമ്പോ അന്നെന്താ സിനിമാറ്റിക് രാജാവിന്റെ മകനില്ലേ, ഭൂമിയിലെ രാജാക്കന്മാരില്ലേ, ഈ പറയുന്ന താരാദാസ് അതിരാഷ്ട്രമില്ലേ, മറ്റേ ഇതൊക്കെ ഇല്ലേ. അപ്പോഴൊന്നും ഈ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല, അന്നെല്ലാം സിനിമയായിരുന്നു. പക്ഷേ കുറച്ച് ആൾക്കാർ കുറെ കാലം കഴിഞ്ഞപ്പോ സിനിമ എനിക്ക് തോന്നുന്നു ഡീപ്പായിട്ടുള്ള ഒബ്സർവേഷൻ വരുമ്പോഴും ഭയങ്കര ഓവർ പാഷനേറ്റ് ആകുമ്പോഴൊക്കെയുള്ള പ്രശ്നം എന്തെങ്കിലും എനിക്കറിയില്ല. ഓരോ കാലം വരുമ്പോ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വളർന്നു വന്നപ്പോഴേക്കും ഇതിനൊക്കെ ഓരോ ടാഗ് ഇട്ട് വിളിക്കാൻ തുടങ്ങിയല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഓരോ വാക്കുകൾ വന്നു തുടങ്ങിയല്ലോ. അങ്ങനെ ഇതിന് ഒരു ക്ലാസിഫിക്കേഷൻ വന്നു, സോ കോൾഡ് ന്യൂ ജനറേഷൻ, ഓൾഡ് ജനറേഷൻ. അങ്ങനെ സിനിമക്ക് അങ്ങനെ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ ഒന്നും ഇല്ലല്ലോ, ഇവിടെ മാത്രമേ അതുള്ളൂ. കാരണം കുറച്ച് പുതിയ ആൾക്കാർ, പുതിയ ടൈപ്പ് ഓഫ് സിനിമ വന്നപ്പോൾ, ഡിജിറ്റൽ ആയപ്പോഴേക്കും പുതിയ സെറ്റ് ഓഫ് ഡയറക്ടേഴ്സ് വന്നപ്പോൾ അവരെ ന്യൂ ജനറേഷൻ എന്ന് പറയുകയും അതുപോലെ ഈ ഹോളിവുഡ് ലെവൽ മേക്കിംഗ് എന്നൊക്കെ ഇപ്പോഴും പറയുന്നത് ഇതൊക്കെ 90 കഴിഞ്ഞ ശേഷം നമ്മുടെ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന അതേ ക്യാമറകളും അതേ ലൈറ്റും അതേപോലെയൊക്കെ തന്നെ ഇംഗ്ലീഷ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു ഇന്റർവ്യൂല് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന്റെ അടുത്ത് ഹോളിവുഡ് ലെവൽ മേക്കിംഗ് പറഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചു എന്താണ്. അല്ല ഭയങ്കര സിമ്പിൾ ആണല്ലോ, യൂസ് ചെയ്യുന്ന സെയിം ടെക്നോളജിയാണ്, എല്ലാം ഒന്നാണ്.
അപ്പൊ ഈ പറഞ്ഞ വേർതിരിവില് സിനിമയിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ റൂട്ടഡ് ആയിട്ട് പറഞ്ഞ ആൾക്കാർ അന്ന് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട സിനിമകളാണ് ദിലീഷ് ചേട്ടന്റെ സിനിമകളായിക്കോട്ടെ, തൊണ്ടി മുതലായിക്കോട്ടെ, മഹേഷ് ആയിക്കോട്ടെ. അന്ന് ഇതിനെ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്ത്, അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്തല്ല, ആ രീതിയിൽ അവര് റിയലിസ്റ്റിക് സിനിമ ചെയ്യാന്ന് വെച്ചാൽ സിനിമ ചെയ്തു, അവര് സിനിമ ചെയ്തു, നല്ലൊരു സിനിമ ചെയ്തു. അതിന് സോ കോൾ ടാഗ് വെച്ചിട്ട് പലരും മൂവി ബഫ്സ് ആയിട്ടുള്ള ആൾക്കാരും കുറച്ച് സുഡോ ആൾക്കാരും ഒക്കെ കൂടെ ഇതിനൊരു ടാഗ് കൊടുത്തു, അവർ സെലിബ്രേറ്റ് ചെയ്തു. അതേ ആൾക്കാർ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമാറ്റിക് സിനിമ വരുമ്പോഴും പരിപാടി വരുമ്പോൾ ഇത് പ്രകൃതിപ്പെടുന്നുകൊണ്ട് ടാഗ് ചെയ്യപ്പെടുന്നു. അപ്പൊ അത് ഭയങ്കര ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരിപാടിയല്ലേ, ഡെഫിനറ്റ്ലി. കാരണം അതേ ഓൾമോസ്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെയാണ് 2024 ബ്യൂട്ടി. നേരത്തെ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യുക, ബിക്കോസ് ഈ ചാനൽ ആയതുകൊണ്ട്. ബ്രഹ്മയുഗം സംഭവിച്ചു, മാർക്കോ സംഭവിച്ചു, പ്രേമലു സംഭവിച്ചു, കിഷ്കിന്ധാരൻ സംഭവിച്ചു, ആവേശം സംഭവിച്ചു, ഗഗനചാരി സംഭവിച്ചു. ഇത് ഒരു വർഷം സംഭവിക്കുന്നു. മഞ്ഞുമേൽ ബോയ്സ് സംഭവിച്ചു, വേറെയും ഏറം സംഭവിക്കുന്നു. വീണ്ടും പേരുകളുണ്ട്, ഞാൻ പെട്ടെന്ന് പറയുന്നില്ല. ബട്ട് കോൺട്രാസ്റ്റ് ഉണ്ട്. പെട്ടെന്നുള്ള കോൺട്രാസ്റ്റിൽ നമ്മൾ 4 കപ്പിളിംഗ് പറഞ്ഞു, അത് ഒറ്റ വർഷം സംഭവിച്ചു. ഇനിയുണ്ട് പേരുകൾ, ഇത് എളുപ്പമല്ല. സോ ആ ബാലൻസ് എക്കോസിസ്റ്റത്തിന് ആവശ്യമാണ്. ഈ ഓഡിയൻസിനും ചോയ്സ് കൊടുക്കുമ്പോഴാണ് ഇവര് ജോണർ ചോയ്സ് കൊടുക്കുന്നത്. ഇപ്പൊ കിളിബോയ് പണ്ട് ചെയ്തപ്പം ഒന്നും ആർക്കും അറിയില്ല, ഇന്ത്യയിലെ ഫസ്റ്റാ. അത് കഴിഞ്ഞാണ് സെയ്ഫ് അലി ഖാൻ അദ്ദേഹത്തിന്റെ ഗോ ഗോ ഗോൺ വരുന്നത്. അപ്പം അന്ന് ആ ജോണറിനെ ആക്സെപ്റ്റ് ചെയ്ത് എംബ്രേസ് ചെയ്യുന്ന ഒരു തലമുറ വളരെ കുറവായിരുന്നു. ഇനി ഇപ്പൊ ഒരു കാര്യമുള്ളത്, നിങ്ങൾ ഒന്നിനെ ഇഷ്ടപ്പെടാൻ വേറൊന്നിനെ വെറുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന്റെ കൂടുതൽ കൊണ്ട് പലപ്പോഴും എല്ലാവരും ഈ ചില സിനിമകളെ പറ്റി പറയൂല്ലോ, നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നത്, അത് ഇപ്പുറത്തും അങ്ങനെ തന്നെയാ. ഇവർക്ക് നിങ്ങൾ രണ്ട് സൈഡും അങ്ങനെ. ഇത് ഒരു സൈഡ് മാത്രമല്ല കപ്പും ടീയും ഒക്കെ ഉള്ളത്, എല്ലാ വശത്തും കപ്പും ടീയും ഒക്കെ ഉണ്ട്. ആ ഫസ്റ്റ് ലൈൻ തന്നെ, ഒരു കാര്യത്തിൽ ഇഷ്ടപ്പെടാൻ മറ്റു കാര്യത്തില് വെറുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒരു സമയത്ത് ഒരു തരത്തിലുള്ള പടങ്ങൾ ഇടകാലത്തൊന്ന് വന്നു പോയതും ബാക്കിയുള്ളതിനെ ഭയങ്കരമായിട്ട് പരിഹസിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. സിനിമയെ ബേസിക്കലി ആൾക്കാർ വളരെ 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 ക്രിട്ടിക്കലായിട്ടും സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങി. എന്ന് വെച്ചാൽ വ്യൂയിങ് തന്നെ മാറിപ്പോയി. അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ, എന്റർടൈൻമെന്റിനെ കാണുമ്പോൾ ചില നേരം ഇപ്പൊ നമ്മള് അശ്വിന്തൊക്കെ പറഞ്ഞ മലങ്കൾക്കായിട്ട് ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ ആ രീതിയിലെ സിനിമയെ ആസ്വദിക്കും. അതുപോലെ തന്നെ നമ്മുടെ വ്യൂയിങ് ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യാൻ, അതിനെ ക്രിട്ടിക്കലായിട്ട് കാണാൻ തുടങ്ങി, ടെക്നിക്കലായിട്ട് കാണുക. ഇതിനൊക്കെ നമ്മളന്ന് ഞാനൊന്നും എനിക്ക് അങ്ങനെ ഒരു വ്യൂയിങ് അല്ല. നമ്മളൊരിക്കലും വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു മൈൻഡോടുകൂടി പോകുന്നു. അല്ല, ഇതിപ്പോ എനിക്ക് തോന്നി ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇടണം, ഞാൻ ഫേസ്ബുക്കിൽ ഒരു റിവ്യൂ ഇടണം, അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഞാൻ കണ്ടുപിടിക്കണം, അതിനെ ഡൈസെക്ട് ചെയ്ത് അതിന്റെ കുറ്റങ്ങൾ ഞാൻ ഇതാക്കണം, അതിന്റെ പോസിറ്റീവ് ഇതാക്കണം. ഇത് പ്രീ പ്ലാൻ പ്രീ ഡിസൈൻ പിന്നെ അതൊരു ബാധ്യതയായി. ഇത് എല്ലാവരുടെ കാര്യമല്ല, ചുരുക്കം ആൾക്കാരുടെ കാര്യമാണ് നമ്മൾ ഈ പറയണേ. അപ്പം എന്തിനാണ് അത് മേബി ഉപാധിയാണ്. കാരണം ഈ പറയുന്ന ഫിലിം മേക്കേഴ്സ് ആയിക്കോട്ടെ, എഴുത്തുകാരായിക്കോട്ടെ, ഇവരെല്ലാവരും വളരെ പാഷനേറ്റ് ആയിട്ട്, കാരണം ഇത്രയും മുടക്കു മുതലുള്ള ഇൻഡസ്ട്രിയിൽ ഇവരായിപ്പോ കഴിഞ്ഞ ഇതിനകത്ത് ഇത്രയും സിനിമകൾ ഫ്ലോപ്പായി എന്ന് പറയുന്നു, ഇത്ര ലോസ് എന്ന് പറയുന്നു. ഇവരാരും തന്നെ ലോസ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ലോ. പൈസ മുടക്കി ഇത്രയും വലിയ സിനിമ ചെയ്യാൻ വരുമ്പോ അവർക്കൊക്കെ ലാഭം നോക്കി വരുന്നതല്ലേ. അപ്പം അവരുടെ കാൽക്കുലേഷനും, അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ ഈ സിനിമ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യാത്തതിന് പ്രഭാവിന്റെ സിനിമ ഇവർക്ക് മാത്രം വർക്കായ പോരല്ലോ, കാണുന്ന പ്രേക്ഷകൻ, നമ്മളെ കാറ്റർ ചെയ്യുന്ന ഓഡിയൻസ് വർക്കാണ്. ലോട്ടറിയില് ബമ്പർ ഇറങ്ങുമ്പം ലോസ് ആണോ ലാഭമാണോ കൂടുതൽ? ഒരാൾക്കാ ലാഭം, പിന്നെ ലോട്ടറി കമ്പനിക്കും. ബാക്കി ലക്ഷക്കണക്കിന് ലോസ് ആണുള്ളത്. ഈ ലോസ് വരുമ്പോ, ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ലോസ് വരുന്ന നഷ്ടം, ഗാംബിൾ എന്നൊക്കെ പറഞ്ഞ പോലെ ലോസ് വരുമ്പോ ഒരു സിനിമ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഇഷ്ടപ്പെട്ടു, ഡയറക്ടർ ഇതായി, എന്നിട്ടാണ് ഒരു ആർട്ടിസ്റ്റിലോട്ടൊക്കെ വരുന്നത്. ഒരു പടം പൊട്ടിയ അതിന് ഫുൾ സോൾ റെസ്പോൺസിബിലിറ്റി ആ നടൻ എടുക്കേണ്ടി വരും. ഓക്കെ, ഞാൻ ഈ ഇടയ്ക്ക് അതായത് സിനിമയുടെ വിജയ സിനിമകളുടെ എല്ലാത്തിനും എല്ലാ നടനും സംവിധായകരും എല്ലാം ഈ സിനിമയുടെ പ്രൊഡക്ഷനിൽ ചായ തന്ന ആള് മുതൽ പോസ്റ്റർ ഒട്ടിക്കുന്നവരുടെ വരെയുള്ള ഒരു കൂട്ടായ യത്നത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ സിനിമയുടെ വിജയം എന്ന് എല്ലാവരും പറയുമെങ്കിലും ഇത് പരാജയപ്പെട്ട മെയിൻ നടനും ഡയറക്ടറും ഒറ്റക്ക് കൊണ്ടുപോകണം. ഈ പ്രദേശത്ത് ഒരാള് പിന്താങ്ങാൻ വരികയില്ല. കാരണം ഈ കഥ കേട്ട് കാശ് മുടക്കിയ ആൾക്കാരും ഡയറക്ടറും ഇവരും ഈക്വലി റെസ്പോൺസിബിൾ അല്ലേ. ഒരു ലോസ് വരുമ്പോ നമ്മളിപ്പോ ഇവിടെ ഇത്രയും ലോസ് വന്ന് കാണിക്കുമ്പോ ആ നായക നടന്റെ ഫോട്ടോ വെച്ച്
അദ്ദേഹത്തിനെയാണ് തെറി വിളിക്കുന്നത്. ഈ നായക നടനെയാണ് തെറി വിളിക്കുന്നത്. എന്നാ ഭാഗ്യത്തിന് ഈ വർഷം എന്റെ ഒന്നും ഇറങ്ങില്ല, അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞത്. ഇതില് ആഡ് ഓൺ ചെയ്യുകയാണെങ്കിലേ ഇത്രയും നീ ആഡ് ഓൺ ചെയ്യും. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുക. റാൾഫെ അതല്ല ഒരു നല്ല മനുഷ്യനായിരുന്നു. ഒന്നും ചോദിച്ചില്ല നമ്മളാ അതല്ല, അവൻ ചോദിച്ചു, അവൻ റിയലിസ്റ്റിക് തുടങ്ങി. നമ്മളൊരു സ്പേസ് കൊടുത്തില്ല. നിങ്ങളെല്ലാരും നിങ്ങൾ നവാസ് പള്ളിക്ക് ഉദരെ മാതൃകയാക്കുക. അവൻ മിണ്ടണ്ടോ? ഞാൻ മിണ്ടാതിരിക്കും. എല്ലാവരും മിണ്ടായി. റാൽഫും സംസാരിക്കണം. നമുക്കൊന്നും എന്റെ ഒരു സംശയം, നമ്മള് പറഞ്ഞൊക്കെ കറക്റ്റ് തന്നെയല്ലേ? അവരെ പിടിച്ചിട്ടാ ഇതിലേക്ക് കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ നവാസിന് ഇതിന് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള എക്സ്പ്രഷൻ അവർ ഇടുന്നുണ്ട്. അയ്യോ ആന്നില്ല. ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന എന്ത് വിവാദവും, നീ ഒറ്റ ആയിക്കോട്ടെ, റിവ്യൂ ആയിക്കോട്ടെ, റിയലിസ്റ്റിക് സിനിമ ആയിക്കോട്ടെ, ഇതിലെല്ലാം തുല്യ പാങ്കുണ്ട്. നവാസെ മുറി വെച്ച് പറഞ്ഞെന്നോലെ ഞങ്ങൾ പറയുന്ന ഈ സിനിമയുടെ കഥയില് ഈ ധ്യാനും കൂട്ടുകാരും കൂടെ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് ഒരാവശ്യം ഇല്ലാണ്ട് വന്നു കയറുന്നവനാണ് നവാസ്. സത്യത്തിൽ ഈ ഇന്റർവ്യൂല് ഈ പറഞ്ഞ വിഷയങ്ങളിൽ നവാസ് പങ്കില്ലാത്ത പോലെ ഇരുന്നെങ്കിൽ നിനക്ക് പങ്കുണ്ട്. ആ പങ്കിട്ട് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ഇപ്പൊ ധ്യാൻ റിയൽ ടൈമിൽ പറയുന്ന തഗ്ഗുകൾ, തമാശകൾ, ഇതെല്ലാം നമുക്കറിയാം. ആസ് എ റൈറ്റർ ഇത് ഫീഡ് ചെയ്ത് തരുന്നത് ഒരു സീൻ ആവട്ടെ, ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങള്, റൈറ്റർ റോളില് ധ്യാൻ ശരിക്കും എങ്ങനെയാ ലൊക്കേഷനില്? ലൊക്കേഷൻ അടിപൊളിയാണ്. ഇതേമാതിരി ഒരു സിനിമയില് ആ സീനിൽ ഞാനില്ല, ഞാൻ റൂമിലിരിക്കുക, എനിക്കൊന്നും ഷൂട്ടില്ലല്ലോ. ഇരിക്കുമ്പോ പെട്ടെന്ന് കൺട്രോളർ വിളിക്കാൻ, നമസ്തേ സെറ്റിലേക്ക് പോവാ. അപ്പൊ ഞാൻ സാർ എനിക്ക് ഷൂട്ടില്ല. അല്ല, ധ്യാൻ പറഞ്ഞിട്ട് എന്തോ സീൻ എഴുതി ചേർത്തിട്ടുണ്ട്, എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ പോയി. അപ്പോൾ ഞാൻ ധ്യാനെ കണ്ടില്ല. ധ്യാനെ ഈ സീനിൽ ഞാൻ ആവശ്യമുണ്ടോ? അന്ന് ഈ സിനിമക്ക് തന്നെ ആവശ്യമില്ല, നിങ്ങൾ ഈ സീന് ഇതാണോ നീ എന്നെ അതൊന്ന് അന്നും ശ്രദ്ധിച്ചത്. വേണ്ട. അപ്പൊ ഞാൻ കറക്റ്റ് പറഞ്ഞു തരും കാര്യങ്ങൾ. എന്താ സംഭവം എന്നറിയാം. ഞാൻ ഇനി ഇതിന്റെ സത്യാവസ്ഥ പറയട്ടെ. ഞാൻ സത്യം പറയട്ടോ, ഒരു സീനില് സ്വാഭാവികമായും ഞങ്ങൾക്കൊക്കെ രമേശനെ വിട്ട് എനിക്ക് അജുവേട്ടനൊക്കെ ഡയലോഗ് ഉണ്ടെങ്കിൽ ഒരു സീൻ വായിച്ചു നോക്കും. ഡയലോഗ് പറയണല്ലോ, അപ്പൊ ഡയലോഗ് പറഞ്ഞത് പഠിക്കണം. ഡയലോഗ് ഇങ്ങനെ കൊടുത്താലോ, എടാ ഇത് നീ പറഞ്ഞു കേട്ടോ, നാലാളൊക്കെ ഉള്ള സ്ഥലത്ത്. സാധാരണ ഒരു സിനിമയിലൊക്കെ ഒരാളൊരു ഡയലോഗ് കിട്ടാൻ നിങ്ങൾ ആ ആലഞ്ചേരി തമ്പ്രാക്കൾ, ഏഴെട്ട് ഇങ്ങനത്തെ പടങ്ങളില്ല, അതിൽ ഈ അന്നത്തെ ബാച്ച് മുഴുവനുണ്ട്. അപ്പൊ ഡയലോഗ് ഇല്ല, എല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ ഡയലോഗ് ഇല്ല. ഡയറക്ടർ നിങ്ങൾ വീതിച്ചോളം പറയും, അല്ലെ ഡയറക്ടർ പക്ഷപാതം കാണിച്ചു വെച്ച് നിങ്ങൾ ഇപ്പോഴും പടം കണ്ടുള്ളൂ. നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കണമെങ്കിൽ നീ എവിടെ പോകുന്നു. അതായത് ഒരു വരി ഇങ്ങനെ പാൻ ചെയ്താലേ തീരുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടെ കടയിൽ പോയതാണ് അമ്മേ, ഞങ്ങൾ എല്ലാവരും കൂടെ കടയിൽ പോയതാണ് അമ്മേ, അവിടെ പോകും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഇവന്മാരിപ്പോ ദാനം ചെയ്യുന്ന ഡയലോഗ്. അതെ, അങ്ങനെ ഇരിക്കും. നവാസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കൂട്ടത്തിൽ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ നമ്മളെ നിൽക്കുന്ന സീനാണെങ്കിൽ ഇതിലിങ്ങനെ നമ്മള് വായിക്കുന്നത് വെറുതെ ശീലമില്ല, എന്നാൽ പോലും ചില സമയങ്ങളിൽ ഞാൻ വായിക്കുന്ന സമയത്ത് ഞാൻ ആകെ നോക്കുക ഇവരുണ്ടെങ്കിൽ ഇവര് ഡയലോഗ് ഉണ്ടോന്ന്. അപ്പൊ അത് ചിലപ്പോ ഉണ്ടാവില്ല ചില സാധനങ്ങളില്. അപ്പൊ ഞാൻ നവാസ് പറയട്ടെ എന്ന് പറയും. അപ്പൊ ഇവൻ ആ ഡയലോഗ് ഇപ്പൊ നവാസിന്റെ വെച്ചാൽ ഈ ഡയലോഗ് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. കൂട്ടത്തിൽ നിന്നൊക്കെ ആയിരിക്കും, ആൾക്കൂട്ടത്തിൽ നിന്ന് ഡയലോഗ് പറയാൻ വേണ്ടി കയറി വന്നിട്ട് താൻ അത് ചെയ്ത മോശമായി പോയിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ, ബാക്കിലോട്ട് അങ്ങനെ പോയി. എന്റെ ജോലി കഴിഞ്ഞല്ലോ ബാക്കിലോട്ട് പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് വേറെ സംഭവം ഉണ്ട്. കാരണം അടുത്ത വൈഡോ ഇതിലോ വെക്കുന്ന സമയത്ത് ഇതിലറിയൂ. ഈ ഡയലോഗ് പറഞ്ഞു നീ ആൾക്കൂട്ടത്തിൽ നിന്ന് പോയിക്കളി. അപ്പൊ നെക്സ്റ്റ് ക്ലോസ് വെക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ മിഡിൽ വെക്കുമ്പോ ആളറിയൂല, ഏതെങ്കിലും മൂലക്ക് പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഫോണൊക്കെ കളിച്ചിട്ടുണ്ടോ. അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് ബ്രില്യന്റ് ആക്ടറാണ്. അതുപോലെ ബ്രില്യന്റ് ആക്ടറാണ് ഇവിടെ. സച്ചിൻ എന്ന് പറഞ്ഞ പടം ചെയ്യുന്ന സമയത്ത് ക്ലൈമാക്സ് സീനാ സച്ചിനില്. അപ്പോ വൈകിട്ട് എന്തോ ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്, ഷോ എന്തോ ഒരു പരിപാടി, ക്ലൈമാക്സ് സീൻ. ആ കടത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് ഓർമ്മയുണ്ടോ, ക്ലൈമാക്സ് സീൻ നടക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ലിച്ചി, ഞാൻ പ്രണയിക്കുന്ന ലിച്ചിയുടെ ഈ പടത്തിൽ എല്ലാ പ്രശ്നം ഉണ്ടാക്കാൻ കാരണക്കാരനായിട്ടുള്ള ആളാണ് രമേശ് ചേട്ടൻ. ക്രിക്കറ്റ് ടീമും വെച്ച് വെക്കുന്ന പരിപാടിയൊക്കെ ക്യാപ്റ്റൻ ആ കഥയിൽ.
ആര് കാസ്റ്റ് ചെയ്തെന്ന് എനിക്ക് അങ്ങനെ ഞാനും ക്രിക്കറ്റ് പ്ലെയർ ഇത് ക്യാപ്റ്റൻ എടാ ഞാൻ പറഞ്ഞാൽ ഇവന് വേറെന്തോ പടം ചെയ്യാൻ വന്നു അതിന്റെ ഇടയിൽ. അപ്പൊ ഇവൻ അയാളോട് പറഞ്ഞേ എനിക്കൊരു ഇച്ചിരി വെയിറ്റ് കൂടുതലുണ്ട്, ഞാനൊരു അത്ലറ്റിക് അല്ലേ, എനിക്കൊരു 20 ദിവസം ചെന്നാ ഞാനൊന്ന് മെലിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് ഇവൻ പോയിട്ട് ആ പടവും ചെയ്ത് നല്ലോണം തിന്നിട്ട് പിന്നെ സത്യം പറയുന്നത് ഞാൻ അംഗീകരിച്ചു. അതുപോലെ ഇതും അംഗീകരിക്കും. അങ്ങനെ അവിടെ നിൽക്കുക. ഈ കോമ്പിനേഷൻ സീന് സ്വാഭാവികമായിട്ടും ആർട്ടിസ്റ്റ് വേണ്ടേ? അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരാളെ മാത്രം സെപ്പറേറ്റ് അവിടെ എടുത്തോണ്ടിരിക്കുക. ഒരു കാറിന്റെ ഈ വീട്ടിന്റെ മുറ്റത്ത് നടക്കുന്ന സീനില് പുറത്തൊരു കാർ ഇട്ടിട്ട് അവിടുന്ന് അച്ഛാ ഞാനെന്താ പിന്നെ പോടാം സ്വന്തമായിട്ട് വന്ന് സീൻ എഴുതി തിരുത്തിയിട്ട് ആ സീനിന് എക്സിറ്റ് എടുത്ത് വൈകിട്ടും കാശ് വെച്ച പരിപാടിക്ക് പോകാൻ വേണ്ടി. അത് ഇത് രത്തിനൊരു കാര്യം കൂടെ പറയാം. അതായത് ആടുപുലിയാട്ടം എന്ന് പറഞ്ഞൊരു പടം രാത്രി അഭിനയിക്കുക. അപ്പം ഈ ചെമ്പക കോട്ട എന്ന് പറഞ്ഞൊരു കോട്ട കാണിക്കണം. അപ്പം ആഷാൻ ഷാജി എനിക്കിപ്പോ കൃത്യമല്ലോ ആരോ കൊണ്ടുവന്നിട്ട് ഒരു ഫോട്ടോ തരും. ഈ ഫോട്ടോ നമുക്ക് തരുമ്പോൾ നമ്മൾ ഈ ഫോട്ടോ മേടിച്ചു വെക്കുമ്പോൾ അയാൾ ഒരു ഇതാണ് ചെമ്പക കോട്ട എന്ന് പറയുമ്പം ഈ ഫോട്ടോ ക്യാമറ കാണിച്ചിട്ട് ആ ഫോട്ടോ അങ്ങ് നേരെ ആ ബിൽഡിംഗ് ആയിട്ട് ഫുള്ളായിട്ട് വരും. ഇതാണെന്ന് സ്ക്രിപ്റ്റ് വായിച്ചപ്പോ നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ ആള് കൊണ്ടുവന്നിട്ട് എന്താ സാർ ഈ ഫോട്ടോ തന്നപ്പോഴേ ഞാൻ മേടിച്ചില്ല, കാരണം എനിക്കറിയാം രാത്രി ഇത് കഴിഞ്ഞിട്ട് ഈ സജഷൻ ഈ ഫോട്ടോ പിടിച്ച് ഇത് സീജ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ജയറാമേട്ടന് നേരുന്നില്ല, ജയറാമേട്ടൻ ഇങ്ങനെ അടിച്ചിട്ട് പാഷാണൻ ഷാജി അത് മേടിച്ച് ഞങ്ങൾ രണ്ടും കൂടെ പോയി രാത്രി മുഴുവൻ. ജൂൺ 1 ഒരു സമരമുണ്ടായി, അതോടുകൂടി സിനിമ കാലങ്ങളോളം കേരളത്തിൽ അടച്ചിടപ്പെടുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനു മുമ്പ് ഇത് സെറ്റിലാവും. ഇനി സമരം തുടങ്ങിയാൽ ഒരാഴ്ചക്കകം ഇത് സെറ്റിലാവും. ഓണത്തിന് ഞാനും ധ്യാനും ഫഹദിക്ക് ഉൾപ്പെടെ ഞങ്ങളൊക്കെ സ്കിറ്റ് ചെയ്തതും രമേശനൊക്കെ എല്ലാരും അമ്മ മുഴുവൻ ഇവരെല്ലാരും കൂടെ ചെയ്തത് നമ്മൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ അല്ലേ. അപ്പൊ പിന്നെ ഇങ്ങനെ പുറത്തു വന്ന് പറയാവോ? വിളിച്ചതൊരു അമ്മയായിട്ടൊക്കെ ഇവരൊക്കെ സുഹൃത്തുക്കളല്ലേ.